എല്ലാവർക്കും തന്നിറത്തിന്റെ പുതുവത്സര ആശംസകൾ. ആശംസകൾ അസുല. അങ്ങനെ മാനവ ചരിത്രത്തിൽ നിന്ന് ഒരു വർഷത്തെ പിന്നിലാക്കിക്കൊണ്ട് നമ്മൾ 2025 എത്തി നിൽക്കുകയാണ് അല്ലേ. 2025 ആദ്യ ദിവസത്തിലാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലോ? അങ്ങോട്ട് നോക്കാനല്ല, 2024 തിരിഞ്ഞു നോക്കാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. 2024 എന്ന വർഷം ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട വർഷം കൂടിയാണ് അല്ലേ. നമുക്കറിയാം, അമേരിക്കയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയിലെ റൊണാൾഡ് ട്രംപിന്റെ വിജയം 312 ഇലക്ട്രൽ വോട്ടുകൾക്കാണ് ട്രംപ് വിജയിച്ചിരിക്കുന്നത്. പിന്നീട് നമ്മൾ ബ്രിട്ടനിലേക്ക് വരികയാണെങ്കിൽ ബ്രിട്ടനിൽ ഇന്ത്യൻ വംശജനായ ഋഷി സുനക്കിന്റെ അധികാരത്തിൽ നിന്നുള്ള മാറ്റം, കെയർ സ്റ്റാർമർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാവുന്നു. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് തരത്തിൽ നമുക്ക് നോക്കാനുണ്ട്. നമുക്ക് വേഗം ഒന്ന് ഇന്ത്യയിലേക്ക് വരാം അല്ലേ. ഇന്ത്യയിൽ എന്താണ് ഏറ്റവും കൂടുതൽ നമ്മളെ ശ്രദ്ധിക്കപ്പെട്ടത്? 2024 മൂന്നാം ഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി തന്നെ വീണ്ടും വന്നു. ഇനി കായിക രംഗത്തൊക്കെ ഒരുപാട്, കായിക രംഗത്തല്ല, സാമൂഹ്യമായും സാംസ്കാരികപരമായും ഒരുപാട് മുന്നേറ്റം ഉണ്ടായ ഒരു വർഷം കൂടിയാണ് 2024. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഓർത്തെടുക്കേണ്ടത് കായിക രംഗത്തെ മാറ്റങ്ങളാണ് അല്ലേ. 13 വർഷത്തിന്റെ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മുടെ T20 വേൾഡ് കപ്പ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ പാരീസ് ഒളിമ്പിക്സ് ആയാലും മനു ബേക്കറിന്റെ വരവ്, പിന്നെ ജി ഗുകേഷിന്റെ ഇത്തരത്തില് ചരിത്രത്തിലേക്ക് നമുക്ക് എടുത്തു പറയേണ്ട അല്ലെങ്കിൽ എഴുതപ്പെടേണ്ട ഒരു വർഷം കൂടിയാണ് 2024. ഇനി നമുക്കൊന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് പെട്ടെന്ന് തന്നെ വരാല്ലേ. ഒന്നും പറയാനില്ല, സുരേഷ് ഗോപിയുടെ വിജയം തന്നെയാണ് മനസ്സിലേക്ക് അസുലക്ക് ആദ്യം ഓടിയെത്തിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രിയായി മാറി, BJP കേരളത്തില് അക്കൗണ്ട് തുറന്നു. പിന്നീട് എന്തെങ്കിലും ഒരു രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു ഓർമ്മ എന്താണ് ശ്രദ്ധിക്കപ്പെട്ട ഓർമ്മകൾ എന്തൊക്കെയാണ്? പത്മജയുടെ BJPയിലേക്കുള്ള വരവ് ശരിക്കും നമ്മളെല്ലാവരും നമ്മളെല്ലാവരും അത് ആ ന്യൂസിനെ വളരെ ശ്രദ്ധയോടെ കേട്ടൊരു ന്യൂസ് കൂടിയാണ് അല്ലേ അത്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മുരളീധരനും, പത്മജയെ പറ്റി പറയുമ്പോൾ മുരളീധരനെ കൂടി പറയണം അല്ലെ. മുരളീധരൻ തൃശ്ശൂര് നിന്ന് മുരളീധരൻ തിരിച്ചടിയായിരുന്നു. അപ്പൊ അത്തരത്തില് തൃശ്ശൂർ എന്ന നമ്മുടെ കേരളത്തിൽ തൃശ്ശൂര് ശ്രദ്ധിക്കപ്പെട്ട ഒരു വർഷം കൂടിയാണ് ഈ കഴിഞ്ഞു പോയ 2024 എന്നത്. പിന്നെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മളെ ഞെട്ടിപ്പിച്ച ദുരന്തമായിരുന്നു വയനാട് അല്ലേ. വയനാട് ഉരുൾപൊട്ടൽ 2018 ദുരന്തത്തിന് ശേഷം നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തം കൂടിയാണ് 2024 വയനാടിലെ ഉരുൾപൊട്ടൽ എന്നത്. ദുരന്തം മാത്രമല്ല, റോഡപകടങ്ങൾ, ഒരുപാട് റോഡപകടങ്ങൾ നടന്ന വർഷം കൂടിയാണ് അസുല. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപകടങ്ങൾ ഇപ്പൊ കൂടുന്നു. നമ്മൾ TV ഒന്ന് ഓൺ ചെയ്താൽ അല്ലെങ്കിൽ പത്രം എടുത്ത് നോക്കിയാൽ എനിക്ക് തോന്നുന്നു 2300-നടുത്ത് റോഡപകടങ്ങൾ. നമുക്ക് ആ കണക്ക് ഒന്ന് നോക്കിയേ, 2300 ഇത്രയും റോഡ് അപകടങ്ങൾ നടന്ന ഒരു വർഷം കൂടിയാണ് നമ്മുടെ ഈ കഴിഞ്ഞു പോയ 2024 എന്നുള്ളത്. അത്തരത്തില് സന്തോഷവും സങ്കടവും ഒരുപാടുണ്ടായ വർഷമാണ് അല്ലേ. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷമുണ്ട്, അതേസമയം ഇപ്പൊ തിരിഞ്ഞു നോക്കണ്ട, ഇനി തിരിഞ്ഞു നോക്കണ്ട. ഇനി നമുക്ക് സംസാരിക്കേണ്ടത് അസുൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമായ സിനിമയാണ്. ശരിക്കും ബോക്സ് ഓഫീസിൽ ഹിറ്റായ ഒരുപാട് സിനിമകളുടെ കാലം കൂടിയാണ് 2024. മഞ്ഞുമൽ ബോയ്സ് അല്ലേ. മഞ്ഞുമൽ ബോയ്സ് ആണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു സിനിമ. ആ ഡയലോഗ് ഒന്നുകൂടി പറഞ്ഞ്. മഞ്ഞുമൽ ബോയ്സ് പിന്നെ നമ്മൾ കണ്ടത് ആടുജീവിതമാണ്. അസുല വായിച്ചിട്ടുണ്ടോ ബെന്യാമിന്റെ ആടുജീവിതം? എന്നാൽ എന്തായാലും വായിക്കണം. ഇന്ന് തന്നെ പോണ വഴിക്ക് ഒരു ലൈബ്രറിയിൽ കയറിയിട്ട് ബെന്യാമിന്റെ ആടുജീവിതം എടുത്തിരിക്കണം. വായിക്കേണ്ട ഒരു പുസ്തകം കൂടിയാണത്. അത് കണ്ടിട്ട് സിനിമ കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അതിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങളെന്നും, കഥയിലൂടെ പോയതാണോ സിനിമയിലൂടെ പോകുമ്പോഴാണോ അത് ജീവിതം എന്താണെന്ന് അറിയുന്നത്. ഓക്കെ, എന്തായാലും വായിക്കണം. പിന്നെ നമ്മുടെ മൂന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് ആവേശമാണ്, ഫഹദ് ഫാസിലിന്റെ. അതിലൊരു ശ്രദ്ധിക്കപ്പെട്ട ഡയലോഗ് ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ കേരളക്കര നെഞ്ചിലെത്തിയൊരു ഡയലോഗ്. പിന്നെ ഒന്നുകൂടി ഉണ്ടല്ലോ, ഓക്കെ. പിന്നെ നാലാമത് വരുന്ന സിനിമ എന്ന് പറയുന്നത് പ്രേമലുവാണ്. പ്രേമലു അതുപോലെ ഏറ്റവും കൂടുതൽ പ്രേമലുവില് ശ്രദ്ധിക്കപ്പെട്ട ഡയലോഗ് ജസ്റ്റ് കിഡിങ് അല്ലേ, വെറുതെ ഒരു തമാശ പറയാതെ.
എനിക്ക് തോന്നുന്നു പ്രേമലു കുട്ടികളുടെ ഇടയിൽ പോലും വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു കഴിഞ്ഞ വർഷം എന്നുള്ളത്. ഇങ്ങനെ വരുമ്പോൾ അഞ്ചാമത് നിൽക്കുന്നത് ARM ആണ്. ARMലുണ്ട് ഡയലോഗ് അല്ലേ? എന്റെ ആകാശവും മണ്ണും എല്ലാം നീയ. ഈ ലവ് എനിക്കുള്ളതാണോ? പക്ഷെ അത് വിചാരിച്ചിട്ട് നാളെ ലീവ് കിട്ടുന്ന പ്രതീക്ഷിക്കണ്ട കേട്ടോ. എന്തായാലും അസുല ഇപ്പൊ കാണിച്ച ഈ ലവിലെ അത് ശരിക്കും മലയാള സിനിമയ്ക്ക് നമ്മുടെ മലയാള കരയിലെ ജനങ്ങൾ നൽകിയ ലവ് തന്നെയാണ് അല്ലേ? അസുല നമ്മൾ രാഷ്ട്രീയ രംഗത്തും അതുപോലെ തന്നെ കായിക രംഗത്തും സാമൂഹ്യമായിട്ടുള്ള രംഗങ്ങളൊക്കെ നമ്മളൊരു ജസ്റ്റ് ഒരു റീക്യാപ്പാണ് ഇപ്പോൾ ചെയ്തത് അല്ലേ? ഒരുപാട് പേര് നമ്മളെ വിട്ടുപോയൊരു വർഷം കൂടിയാണ് 2024 എന്നുള്ളത് അല്ലേ? നമുക്ക് ഏറ്റവും നമ്മുടെ മനസ്സിലേക്ക് മൻമോഹൻ സിംഗിൻ്റെ മരണം, അതുപോലെ MT, രത്തൻ ടാറ്റ, അങ്ങനെ ഒത്തിരി വ്യക്തിത്വങ്ങളും നമ്മളെ വിട്ടുപോയൊരു വർഷം കൂടിയാണ്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അസുലേൻ്റെ ഏറ്റവും മാസ്റ്റർ പീസ് ആയിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, ഒരു പാരഡി ഗാനം, അതൊന്ന് ഒരു 2 വരി ആയിക്കോട്ടെ. എന്ത്? എല്ലാ നടന്മാരും നടിമാരും വെച്ചിട്ട് ഒരു പാരഡി ഗാനം ഞാൻ ഇവിടെ പാടാം. സുകുമാരി ഫിലോമിന ശോഭന പാർവതി ഉർവശി രേവതി മഞ്ജുവര്യ മോഹൻലാൽ മമ്മൂട്ടി മാമുക്കയ മധുപാലിമണി മധുമേഘനദൻ മണിയം പിളരാജു മനോക ജയൻ ജഗദീശ് കുമാർ ജഗന്നാഥവർമ്മ തിലകൻ മുരളീദേവൻ ശങ്കരടി ഹരിശ്രീ അശോകൻ കുതിരോട്ടം പപ്പു ബിജുമേനോ ജനാദൻ ശ്രീനിവാസൻ ഒടിവിൽ ഉണ്ണികൃഷ്ണൻ സുരേഷ് ഗോപി സിദ്ദിഖോ സിദ്ദിഖ് സാദിഖ് സിദ്ദിഖ് ജയറാം ബൈജു കുഞ്ചാക്കോ ബോബൻ. ഓ, സംഭവം തന്നെ കേട്ടോ. എല്ലാവരും കാണട്ടെ അസുലന്റെ ഈ പാരഡി ഗാനം. അപ്പൊ നമുക്ക് 2025 ഒരു മെസ്സേജ് പ്രേക്ഷകർക്കായി കൊടുത്തോണ്ട് നിർത്താം. അസുല കേട്ടിട്ടില്ലേ, കുന്നോളം ആശിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടുള്ളൂ എന്ന്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല കേട്ടോ, കുന്നോളം ആശിച്ചാലേ കുന്നോളം കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും ഈ 2025 കുന്നോളം തന്നെ ആഗ്രഹിക്കാം അല്ലേ? എല്ലാവർക്കും തനിനിറത്തിന്റെ പുതുവത്സരാശംസകൾ.